ഗുഡ് മോർണിംഗ്. നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒന്നാമത്തെ മൊഡ്യൂളിലെ ഫുൾ വീഡിയോസും അതിനകത്തുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിലോട്ട് കയറുകയാണ്. രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ 2 ചാപ്റ്ററുകളായിട്ടാണ് എടുക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് സർക്കുലാർ മോഷൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മൾ 4 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ മൊഡ്യൂളിൽ 4 ചാപ്റ്റർ ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കയറി കാണുക, പഠിക്കുക. ഓക്കെ, നമുക്കിപ്പോൾ എക്സാം ഇങ്ങനെ അടുത്തെത്തി. ഡിസംബർ ഫസ്റ്റ് വീക്കാണ് എക്സാം. അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് നന്നായിട്ട് പഠിക്കുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് നമുക്ക് പോവാം. അതായത് 5ാമത്തെ ചാപ്റ്റർ. അതിൻ്റെ പേരാണ് സർക്കുലാർ മോഷൻ എന്ന ചാപ്റ്റർ. സർക്കുലാർ മോഷൻ. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ് സർക്കുലാർ മോഷൻ എന്നുള്ളതാണ്. അപ്പോൾ സർക്കുലാർ മോഷനിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വസ്തു ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഒരു സർക്കിൾ ഞാൻ വരച്ചിരിക്കുന്നത് വൃത്തമാണ്, സർക്കിളാണ്. ആ സർക്കിളിന്റെ റേഡിയസ് ആണ് R എന്നതാണ്. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിച്ചാൽ ഒരു പാർട്ടിക്കിൾ. ഈ പാർട്ടിക്കിൾ സർക്കിളിന് ഇത് നമ്മൾ പറയുന്നവരാണ് സർക്കംഫറൻസ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നവരാണ് പെരിമീറ്റർ എന്നൊക്കെ പറയും. ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു ബോഡി ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ് സർക്കിളിന്. ദാറ്റ് മോഷൻ ഈസ് കോൾഡ് സർക്കുലാർ മോഷൻ. ഓക്കെ, അപ്പോൾ സർക്കുലാർ മോഷൻ എന്താണ്? എ ബോഡി which is moving along the circumference of a circle is called circular motion. ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നതാണ് നമ്മുടെ യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യൂണിഫോം സർക്കുലർ മോഷൻ. അങ്ങനെ കറങ്ങുന്ന ഒരു വസ്തുവില്ല, ഇങ്ങനെ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന വസ്തുവില്ല. സർക്കിളിൻ്റെ അകത്തോടെ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് പറഞ്ഞു. സർക്കംഫറൻസിലൂടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ആ വസ്തുവിൻ്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആവുന്ന മോഷൻ നമ്മൾ പറയുന്ന പേരാണ് യൂണിഫോം സർക്കുലർ മോഷൻ. ഓക്കെ, അപ്പോൾ ഡ്യൂറിംഗ് സർക്കുലർ മോഷൻ the speed of an object remains constant motion are called uniform circular motion. ഞാൻ അങ്ങോട്ട് പറയാം വാട്ട് ഈസ് സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. ഒരു ബോഡി സർക്കിളിന്റെ സർക്കംഫറൻസിൽ കൂടി കിടന്ന് കറങ്ങിയാൽ നമ്മൾ പറയുന്ന പേരാണ് സർക്കുലർ മോഷൻ. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷ് പറയാം? A body revolves around the circumference of a circle is called a circular motion. During circular motion, the speed of an object remains constant motion are called uniform circular motion. Okay. അപ്പോൾ നമ്മൾ ഓരോ പോയിന്റിലും ഇതിന്റെ വെലോസിറ്റി ഞാൻ കണ്ടുപിടിക്കാം. വെലോസിറ്റി കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുക. ഇതൊരു ടാൻജന്റ് ആണ്. നിങ്ങൾ ഇവിടെയാണ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുക. ഈ പോയിന്റിലാണ് വെലോസിറ്റി നിങ്ങൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഈ പോയിന്റിൽ ഒരു ടാൻജന്റ് വരും. ഇവിടെ നാളെ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ടാൻജന്റ് വരും. ടാൻജന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റേഡിയസും ഈ വരച്ച വരയും തമ്മിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അത് ഒരു പോയിന്റിലെ ടച്ച് ചെയ്യാം. അതാണ് ടാൻജന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ വരച്ച വെലോസിറ്റി V1 എടുക്കാം, ഇവിടെ വെലോസിറ്റി V2 എടുക്കാം, ഇവിടെ വരച്ച വെലോസിറ്റി V3, ഇത് V4. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും വെലോസിറ്റി എന്നുള്ളത് 2 ക്വാണ്ടിറ്റികളുണ്ട്. ഒന്ന് അതിന്റെ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് ഞാൻ പറഞ്ഞു കോൺസ്റ്റന്റ് ആണ്, പക്ഷേ ഓരോ പോയിന്റിലും അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. ഓരോ പോയിന്റിലും അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ വരച്ച ടാൻജന്റ് ഡയറക്ഷൻ നോക്കാം. അപ്പോൾ ഓരോ പോയിന്റ് എടുത്താൽ വെലോസിറ്റി മാറുന്നുണ്ട്, ഡയറക്ഷൻ മാറുന്നുണ്ട്. സ്പീഡാണ് ഈ മോഷന്റെ കോൺസ്റ്റന്റ്. ഓക്കെ, അതാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നത് എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ കറങ്ങുന്ന ഒരു ബോഡി എടുക്കുക. ഈ പോയിന്റ് എ എന്നുള്ള പോയിന്റിൽ നിന്ന് ബി വരെ എത്തുന്നത് വിചാരിക്കും. ഈ ബോഡി സഞ്ചരിച്ച് ഈ ദൂരം വരെ കവർ ചെയ്യും. അപ്പം ഞാൻ ഇങ്ങോട്ട് പറയാം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ തീറ്റ എന്നുള്ള ഫോക്കസ് ചെയ്യും. ഇതൊരു കോസ് തീറ്റ, ടാൻ തീറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ തീറ്റ തന്നെയാണ്. അപ്പോൾ എന്താ ഞാൻ ഇവിടെ എനിക്കിപ്പോൾ കിട്ടിയത് ഒരു ആർക്കാണ്. ആ ആർക്കിനെ ആംഗിൾ പറയാം. ഓക്കെ, ദിസ് ഈസ് ആംഗിൾ തീറ്റ. ഇത് നമ്മൾ ആർക്കാണ് പറയുന്നത്. ആർക്ക് ലെങ്ത് എന്ന് വിളിക്കുന്നു. ഇതിനെ നിങ്ങൾ വിളിക്കാൻ റേഡിയസ് എന്നാണ്. സർക്കിളിന്റെ റേഡിയസ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. റേഡിയസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പ്ലെയിൻ ആംഗിൾ ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെ നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ്. ആർക്ക് ലെങ്ത്. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഇറ്റ് ഈസ് എ റേഷ്യോ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. യൂണിറ്റ് നമുക്കറിയാം, പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് തന്നെയാണ് റേഡിയാണ്. അതിന്റെ യൂണിറ്റ് റേഡിയൻ റാഡൻ. ഓക്കെ,
നമ്മൾ അടുത്ത പഠിക്കുന്നതാണ് എന്താണ് ആംഗുലാർ വെലോസിറ്റി എന്നാണ്. നിങ്ങളൊരു പുതിയൊരു ലെറ്റർ പഠിക്കണം, ഗ്രീക്ക് ലെറ്ററാണ്. അത് നിങ്ങൾ W നല്ല വായിക്കണം. ഒമേഗ. ദിസ് ഈസ് ഒമേഗ ആംഗുലാർ വെലോസിറ്റി. നമ്മൾ വെലോസിറ്റി എന്തായിരുന്നു പഠിച്ചത്? ഓർക്കുന്നുണ്ടോ? വെലോസിറ്റി എന്തായിരുന്നു പഠിച്ചത്? വെലോസിറ്റി ഇങ്ങനെയാണ് പഠിച്ചത്. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ് പഠിച്ചത്. നിങ്ങളിവിടെ പഠിക്കുന്നത് ആംഗുലാർ വെലോസിറ്റിയാണ്. അപ്പോൾ കറങ്ങുന്ന ബോഡിന്റെ വെലോസിറ്റിനെ പറയുന്ന പേരാണ് ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ നിങ്ങളിവിടെ ഒരു ആംഗിൾ കൂടെ ചേർത്തുകൊണ്ട് ആംഗുലാർ. ആംഗുലാർ വെലോസിറ്റി എന്താണെന്ന് വെച്ചാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിന്റെ പറയുന്ന പേരാണ് ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒമേഗയാണ്. ഒമേഗ ഇസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്താ പറയുന്നത്? ഡിവൈഡഡ് ബൈ ടൈമിനെ ടി ആണ് ഉപയോഗിച്ചത്. ഇപ്പൊ ഇംഗ്ലീഷ് പറയാൻ അറിയണം. ഞാൻ ആദ്യത്തെ ചാപ്റ്റർ തൊട്ടേ പറയുന്നു, നിങ്ങളൊരു ടൈം കൊണ്ട് ഏത് വസ്തുവിനെ ഡിവൈഡ് ചെയ്താൽ പറയുന്ന പേരാണ് റേറ്റ്. അപ്പൊ എങ്ങനെ വായിക്കാം? ആംഗുലാർ വെലോസിറ്റി എങ്ങനെ വായിക്കാൻ ചോദിച്ചാൽ ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് കവേർഡ് ബൈ എ ഒബ്ജക്റ്റ്. ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് കവേർഡ് ബൈ എ ഒബ്ജക്റ്റ്. ഇക്വേഷൻ ആയിട്ട് പറഞ്ഞാൽ ഒമേഗ ഈസ് ഒമേഗ ഈസ് തീറ്റ ബൈ തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ടൈമിനെ ഉദ്ദേശിക്കുന്നതാണ് ടി. യൂണിറ്റ് പരീക്ഷയ്ക്ക് പല തവണയായിട്ട് വരുന്നതാണ്. യൂണിറ്റ് കൃത്യമായിട്ട് പഠിക്കുക. ആംഗുലാർ വെലോസിറ്റിയുടെ യൂണിറ്റ് ആംഗിളിന്റെ യൂണിറ്റ് റേഡിയനാണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡാണ്. സോ ആംഗുലാർ വെലോസിറ്റി, വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് ആംഗുലാർ വെലോസിറ്റി? റേഡിയൻ പെർ സെക്കൻഡ് ആണ്. റേഡിയൻ പെർ സെക്കൻഡ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പഠിക്കുന്നതാണ് ആംഗുലാർ ആക്സിലറേഷൻ. ആംഗുലാർ ആക്സിലറേഷൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ലെറ്റർ പുതിയൊരു ഗ്രീക്ക് ലെറ്ററാണ് ആൽഫ എന്നുള്ള ഗ്രീക്ക് ലെറ്ററാണ്. നമ്മളിവിടെ 2-3 ലെറ്ററുകൾ പറഞ്ഞു. ദിസ് ഈസ് തീറ്റ, ഒമേഗ ആൻഡ് ആൽഫ. ദിസ് ഈസ് ആൽഫ. സാധാരണ ഡെഫിനിഷൻ ആക്സിലറേഷന്റെ ഡെഫിനിഷൻ നിങ്ങൾക്കറിയാം. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. സോ ഇത് റൊട്ടേഷൻ മോഷൻ ആണ്. നമ്മൾ ഇവിടെ ചേർക്കാനുള്ളത് ആംഗുലാർ ആണ്. അത് നമ്മൾ അവിടെ ചേർത്ത് ആംഗുലാർ ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞ പേരാണ് ഇത് ആംഗുലാർ ആക്സിലറേഷൻ. സോ ആംഗുലാർ ആക്സിലറേഷൻ എന്താ? It is the rate of change of angular velocity. It is the rate of change of angular velocities. Angular acceleration. Angular acceleration എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചേഞ്ച് എടുക്കുക. ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് എടുക്കുക. സി സപ്പോസ് ഇവിടുത്തെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ 1 ആണ്. ഈ പോയിന്റിലുള്ള ആംഗുലാർ വെലോസിറ്റി ഒമേഗ 1 ആണ്. ഈ പോയിന്റിലുള്ള ആംഗുലാർ വെലോസിറ്റി ഒമേഗ 2 ആണ്. ഇവർ തമ്മിലുള്ള ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കും? മൈനസ്. ഓക്കെ, ഒമേഗ 2 മൈനസ് ഒമേഗ 1 ഡിവൈഡഡ് ബൈ 7. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആംഗുലാർ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത്. ഇനി അതിന്റെ യൂണിറ്റ് പറയുന്നത് ഞാൻ പറഞ്ഞ ഒമേഗയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ഇവിടെ പഠിച്ച കാര്യം ഒമേഗയുടെ റേഡിയൻ പെർ സെക്കൻഡ്. ടൈമിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ് യൂണിറ്റ് റേഡിയൻ ഡിവൈഡഡ് ബൈ s യൂസ് ചെയ്ത റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആംഗുലാർ ആക്സിലറേഷന്റെ ഡെഫിനിഷൻ. കിട്ടുമല്ലോ. ഇനി ഈ ഒരു ബോഡി ഒരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ബോഡി ഇതൊരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഈ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോഡി ഇവിടെ വന്നു, ഇവിടെ എത്തി, തിരിച്ച് ഈ പോയിന്റിൽ തന്നെ എത്തും. ഓക്കെ, ഒരു കംപ്ലീറ്റ് റൊട്ടേഷന് എടുക്കുന്ന സമയത്തിന് നമ്മൾ വിളിച്ച പേരാണ് ടൈം പീരീഡ്. ടൈം പീരീഡ് നമ്മൾ അത് ഉപയോഗിക്കുന്ന ലെറ്ററാണ് ടി. എന്ന് ഉപയോഗിക്കും. So what is time period? It is the time taken to complete one rotation. It is the time taken to complete one rotation. Time period നമുക്ക് വളരെ ഇക്വേഷൻ ആയിട്ട് വെച്ച് പറയാം. നമുക്ക് ഇവിടെ നമ്മൾ പഠിച്ചു ഒമേഗ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എടുക്കുന്ന ആംഗിൾ. നിങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, ഇത് റേഡിയസ് ആണ്. ഈ ആംഗിൾ ഇങ്ങനെ കവർ ചെയ്ത് ഫുള്ള് കവർ ചെയ്യും. ഇവിടെ എത്തുമ്പോൾ 90 ഡിഗ്രി. ഈ റേഡിയസ് ഇവിടെ എത്തിയാൽ 90 ഡിഗ്രി, ഇവിടെ എത്തിയാൽ 180, ഇവിടെ എത്തിയാൽ 270, തിരിച്ച് ഇവിടെ എത്തിയാൽ ഒരു സർക്കുലർ ഫുൾ റൊട്ടേഷൻ കവർ ചെയ്തു 360 ഡിഗ്രി കവർ ചെയ്തു. ഡിഗ്രി അല്ല നമുക്കറിയാം, ആംഗിളിന്റെ യൂണിറ്റ് റേഡിയനാണ്. അപ്പോൾ 360 ഡിഗ്രിനെ പറയുന്ന പേരാണ് 2π റേഡിയൻ. സോ നമ്മൾ ഈ തീറ്റ കാണുന്നത് 2π. ഓക്കെ, 2π
എടുത്ത സമയം ഇത് തൊട്ട് ഇതുവരെ എടുത്ത സമയത്തിന് നമ്മൾ പറഞ്ഞ പേരാണ് ടൈം പീരീഡ് ടി. സോ ഒമേഗ ഇസ് ഈക്വൽ ടു, നമ്മൾ പുതിയ ഇക്വേഷൻ പഠിച്ചു, ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t. അല്ലെങ്കിൽ ടൈം പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2π ഈ ഒമേഗ താഴോട്ട് വരും, t നെ മുകളിലോട്ട് വരും, അപ്പോൾ ഒമേഗ താഴോട്ട് വരും. ഓക്കെ, 2π/ഒമേഗ എന്ന് പറയും. ടൈം പീരീഡ് ആയതുകൊണ്ട് അതിന്റെ യൂണിറ്റ് എന്ത് ചെയ്യുന്നത്? സെക്കൻഡ് ആണ്. ടൈം പീരീഡ് സെക്കൻഡ് ആയതുകൊണ്ട് ടൈം പീരീഡിന്റെ യൂണിറ്റ് എന്ത് തന്നെ ഒരു സെക്കൻഡ് തന്നെയാണ്. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കിയത് എന്താണ് സർക്കുലർ മോഷൻ. ഒരു ബോഡി സർക്കിളിന്റെ സർക്കംഫറൻസ് കിടന്ന് കറങ്ങിയാൽ നമ്മൾ പറയേണ്ട കാര്യമാണ് സർക്കുലർ മോഷൻ. A body revolves around the circumference of a circle is called circular motion. What is uniform circular motion? During circular motion, the speed of an object is constant motion is called uniform circular motion. The tangent will give the tangent gives the velocity at the equal. നമ്മുടെ നോക്കിയാൽ അടുത്ത ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പഠിച്ചു. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് തീറ്റയാണ്. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ്. ഇസ് ദ റേഷ്യോ ഓഫ് ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. റേഡിയൻ ആണ് നമ്മുടെ യൂണിറ്റ്. ആംഗുലർ വെലോസിറ്റി എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ട് ഒമേഗയാണ്, ഇവിടെ ഉപയോഗിച്ചിട്ട് തീറ്റയാണ്, ഇവിടെ ഉപയോഗിച്ചിട്ട് ടി ആണ്. സോ ഒമേഗ ഇസ് ഈക്വൽ ടു തീറ്റ ബൈ ടി എന്ന് എഴുതി. യൂണിറ്റ് എഴുതി. റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അടുത്ത ആംഗുലർ ആക്സിലറേഷൻ ആണ്. ഒരു കറങ്ങുന്ന ബോഡിക്ക് ഉണ്ടാകുന്ന ആക്സിലറേഷൻ പറഞ്ഞ പേരാണ് ആംഗുലർ ആക്സിലറേഷൻ. എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ദി റേറ്റ് ഓഫ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് പറയുന്നതാണ് റേറ്റ്. അപ്പോൾ ഇറ്റ് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി വിത്ത് ആംഗുലർ ആക്സിലറേഷൻ ആൽഫ. ഇത് ആൽഫയാണ് ലെറ്റർ. ആൽഫ ഇസ് ഈക്വൽ ടു ഒമേഗ 2 മൈനസ് ഒമേഗ 1 ഡിവൈഡഡ് ബൈ ടി ആണ്. യൂണിറ്റ് പഠിക്കുക. റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അതിന്റെ യൂണിറ്റ്. ഇനി നമ്മൾ അടുത്ത പഠിച്ച ടൈം എന്താ? ടൈം ടൈമിലേക്ക് കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. ഒരു റൊട്ടേഷൻ കവർ ചെയ്യാൻ എടുക്കുന്ന സമയത്തിന് പറഞ്ഞു തരുന്നു ടൈം പീരീഡ്. അതിന്റെ ഇക്വേഷൻ കൂടെ ആലോചിക്കുക. ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t ആണ്, അല്ലെങ്കിൽ t ഇസ് ഈക്വൽ ടു 2π/ഒമേഗ. അതിന്റെ യൂണിറ്റ് ടൈം കഴിഞ്ഞാൽ ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നതാണ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണ്. അപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഇങ്ങനെ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ബോഡിയുടെ സെൻട്രലോട്ട് ഒരു ആക്സിലറേഷൻ. ഓക്കെ, ഇങ്ങനെ യൂണിഫോം സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ബോഡിയുടെ സെൻട്രലോട്ട് ഒരു ആക്സിലറേഷൻ ഉണ്ട്. ആ ആക്സിലറേഷൻ പറഞ്ഞ പേരാണ് ഈ പോയിന്റ് എടുത്ത സെൻട്രലോട്ട്. ഇവിടെ എടുത്ത സെൻട്രലോട്ട് ഒരു ആക്സിലറേഷൻ. ആ ആക്സിലറേഷനെ പറഞ്ഞ പേരാണ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ. പറഞ്ഞുപോകും. Okay, so what is centripetal acceleration? During uniform circular motion, acceleration towards the center of the circle is called centripetal acceleration. Centripetal acceleration equation അറിഞ്ഞിരിക്കണം. Centripetal acceleration AC എന്ന് വിളിക്കും. A suffix ആണ് C എഴുതിയിട്ടുള്ളത്. Centripetal acceleration ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിന്റെ ആൻസർ അറിഞ്ഞിരിക്കണം v²/r. So centripetal acceleration AC is equal to v²/r. AC എന്നുള്ളത് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആണ്, v എന്നുള്ളത് വെലോസിറ്റി ആണ്, r എന്നുള്ളത് ഇവിടെ പറഞ്ഞ റേഡിയസ് ആണ്, സർക്കിളിന്റെ റേഡിയസ് ആണ്. ഓക്കെ, അപ്പൊ സെൻട്രലോട്ട് ആക്സിലറേഷൻ ഉണ്ടായ സെൻട്രലോട്ട് ഒരു ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ഫോഴ്സിന്റെ ഫോഴ്സ് അപ്പൊ എന്ത് ഫോഴ്സ് ആയിരിക്കും? സെൻട്രിപിറ്റൽ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? മാസിവ് ആക്സിലറേഷൻ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. F = ma, മാസിവ് ആക്സിലറേഷൻ. സോ ഇവിടെ നമ്മൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ പറയണം. അപ്പൊ m = സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇക്വേഷൻ എന്താ? mv²/r. അതുപോലെ വിഷയമുള്ളതാണ്. അപ്പൊ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇക്വേഷൻ mv²/r. സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ m കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, mv²/r. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കുറച്ച് റിലേഷൻസുകളാണ് പഠിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആവുന്നത് 2-3 ടേംസുകളാണ് നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെട്ടത്. സർക്കുലർ മോഷൻ എന്താണെന്ന് പറഞ്ഞു, യൂണിഫോം സർക്കുലർ മോഷൻ എന്താണെന്ന് പറഞ്ഞു, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു, ആംഗുലർ വെലോസിറ്റി പറഞ്ഞു, ആംഗുലർ ആക്സിലറേഷൻ പറഞ്ഞു, അതുപോലെ ടൈം പീരീഡ് പറഞ്ഞു, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ പറഞ്ഞു, സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഓക്കെ, ഇനി നമ്മൾ റിലേഷൻസ് ആണ് പറയുന്നത്. റിലേഷൻ ബിറ്റ്വീൻ ആർക്കാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. relation between
relation between velocity and angular relationship between displacement and angular displacement. Angular is like this. Okay. നേരത്തെ ഞാൻ ഒരു സർക്കിളിന്റെ ഒരു പാർട്ട് എടുക്കണേ, ഒരു ആർക്ക് എടുക്കുന്നത്. ഈ ആംഗിൾ തീറ്റയാണ്, ഇത് റേഡിയസ് ആണ്. ഇത്രയും ദൂരം സഞ്ചരിച്ചു ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞു. ആർക്ക് അതിനെ ഞാൻ എസ് എന്നുള്ള ലെറ്റർ എടുക്കും, എക്സ് എന്നുള്ളത് കൺഫ്യൂഷൻ വേണ്ട, സ്പീഡുമായിട്ട് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് എക്സ് എന്നുള്ളത്. നമുക്കറിയാവുന്ന കൺഫ്യൂഷൻ ഡിസ്പ്ലേ ആംഗിൾ theta is equal to arc length by radius ആണ്. arc length by radius. അപ്പോൾ arc lengthന്റെ ഇക്വേഷൻ പറയുന്നത് x ആണ്, ഡിവൈഡ് ബൈ റേഡിയസ് ആണ്. സോ theta is equal to നമുക്ക് ഇവിടെ പറയാം x by arc. ഈ r നെ മുകളിലോട്ട് എഴുതിയാൽ r theta is equal to x. ഇതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ. the displacement ആണ്, the angular displacement. So the relationship between displacement and angular displacement is x is equal to r theta. ഇനി നമ്മൾ അടുത്ത റിലേഷൻ പറയാൻ പോകുന്നത് relationship between velocity and angular velocity. Relationship between velocity and angular velocity. Velocity and angular velocity. Okay. അപ്പോൾ നമ്മൾ ഇവിടെ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. x is equal to r theta എന്നുള്ള റിലേഷൻ. ഞാൻ രണ്ട് സ്ഥലത്തും ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ x by t is equal to r theta by theta. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിനെ നമ്മൾ പറഞ്ഞിട്ടാണ് വെലോസിറ്റി. ഈ r സമയത്തിനനുസരിച്ച് മാറില്ല, സർക്കുലർ മോഷൻ ആയിട്ട് റേഡിയസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. സോ r നെ പുറത്തോട്ട് എടുത്ത് theta by t. എന്താണ് theta by t? Rate of angular displacement. Rate of angular displacement is angular velocity. So v is equal to r omega. ഇതാണ് വെലോസിറ്റി ആംഗുലാർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ. നമ്മൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചതാണ്, ഡിസ്പ്ലേസ്മെന്റിന് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിലോട്ട് എത്താം ഒരു ആളോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡിസ്പ്ലേസ്മെന്റിന് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ x is equal to r theta. അതുപോലെ വെലോസിറ്റി ആംഗുലാർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ v is equal to r. എല്ലായിടത്തും r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിനുള്ള ആൻസർ. അടുത്ത നമുക്ക് റിലേഷനിലോട്ട് പോവാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആക്സിലറേഷൻ and angular acceleration. നേരത്തെ എടുത്ത പോലെ ഒരു സർക്കുലർ മോഷൻ എടുക്കുന്നു. ശ്രദ്ധിക്കുക, സർക്കുലർ മോഷനാണ്. രണ്ട് പോയിന്റ് എടുത്തിരിക്കുന്നു. ഇതെന്നുള്ള ആദ്യത്തെ പോയിന്റ് എ എന്നുള്ള പോയിന്റ്, അവിടെയുള്ള വെലോസിറ്റി v1 ആണ്. ഇനി ബി എന്നുള്ള പോയിന്റ് ആണ് വിചാരിക്കുന്നത്, അവിടെയുള്ള വെലോസിറ്റി v. നമ്മളിപ്പോൾ റിലേഷൻ കണ്ടതായിരുന്നു v is equal to r omega. നിങ്ങൾ ഒന്നാമത്തെ വെലോസിറ്റിയാണ് പറയുന്നത്. ഒന്നാമത്തെ വെലോസിറ്റി കണ്ടുപിടിച്ചാൽ ഈ സർക്കിളിന്റെ റേഡിയസ് ടൈമിനനുസരിച്ച് മാറുന്നില്ല, remains constant. So r ന്റെ സ്ഥാനത്ത് r തന്നെയാണ്. omega 1 സെക്കൻഡ് വെലോസിറ്റി കണ്ടുപിടിച്ചാൽ r × omega 2 എന്നായിരിക്കും. ഇവർ തമ്മിലുള്ള ചേഞ്ച് എടുക്കാം. v2 മൈനസ് v1 എന്ന്. ഒരു വസ്തുവിന്റെ ചേഞ്ച് കണ്ടുപിടിക്കാൻ മൈനസ് ആണ് ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. അപ്പം
ഈ രണ്ടാമത്തെ ടേം എന്താ ആർ ഒമേഗ മൈനസ് ഒന്നാമത്തെ ടേം എന്താ ആർ ഒമേഗ കണ്ടല്ലോ. ഈ രണ്ട് സ്ഥലത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാക്കാം ഒരു ആറുണ്ട്. അപ്പൊ ആറിനെ ഞാൻ കോമൺ ആയിട്ട് എടുക്കാം. ആറ് കോമൺ ആയിട്ട് എടുത്താൽ V2 മൈനസ് V1 ഈസിക്കൽ ആർ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആർ ഇൻറ്റു നമുക്ക് എഴുതാം ω2 മൈനസ് ω1 കറക്റ്റാണല്ലോ. ഇനി രണ്ട് സ്ഥലത്ത് ഞാൻ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് അങ്ങനെ വ്യത്യാസം വരില്ല. സോ V2 മൈനസ് V1 ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണല്ലോ. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്നുള്ളത് ആക്സിലറേഷൻ ആണ്. ഈ ആറിനെ പോലെ ഇതെന്താ ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി. Rate of change of angular velocity is angular acceleration. A is equal to R. മൂന്ന് റിലേഷൻ നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തുന്നത്? X is equal to R theta. എങ്ങനെയാണ് വെലോസിറ്റി നിന്ന് ആംഗുലാർ വെലോസിറ്റി കണ്ടെത്തുന്നത്? V is equal to R omega. എങ്ങനെയാണ് ആക്സലറേഷൻ നിന്ന് ആംഗുലാർ ആക്സലറേഷൻ കണ്ടെത്തുന്നത്? A is equal to R. ഈ മൂന്ന് റിലേഷൻ റിലേറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരെണ്ണം പരീക്ഷയ്ക്ക് വരാം. അപ്പോൾ കമ്പൽസറി ആയിട്ട് ഇത് പഠിക്കുക. റിലേഷൻ 3 മാർക്കിന് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല ഏതെങ്കിലും ഒരെണ്ണം പരീക്ഷയ്ക്ക്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ് പഠിക്കാൻ പോകുന്നത്. അടുത്ത നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ് പഠിക്കാൻ പോകുന്നത്. ബാങ്കിങ് ഓഫ് ഫോഴ്സ് പരീക്ഷയ്ക്ക് നിരന്തരം വരുന്നതാണ്. ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ പഠിക്കാതെ പോകരുത്. പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്നതാണ് ബാങ്കിങ് ഓഫ് ഫോഴ്സ്. അപ്പോൾ നമുക്ക് എന്താണ് ബാങ്കിങ് ഓഫ് ഫോഴ്സ്? നിങ്ങൾ റോഡുകളിൽ ഒരു വളവിൽ റോഡിൽ ശ്രദ്ധിച്ചാൽ കാണാം. ഇതാണ് ഒരു ലെവൽഡ് റോഡ്. ഇത് ലെവൽഡ് റോഡാണ്. ഇനി വളവിൽ പോകുന്ന റോഡിന്റെ ഈ ഔട്ടർ എഡ്ജ് കുറച്ച് ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഇങ്ങനെ റോഡ് ഉണ്ടല്ലോ. അപ്പൊ ഇനി ഇപ്പം ഇതാണ് യഥാർത്ഥ ലെവലിന്റെ റോഡ്. ഇങ്ങനെ ഇരിക്കേണ്ട റോഡ് ഇങ്ങനെ കുറച്ച് പൊക്കി വെച്ചിരിക്കും. ഒരു ആംഗിൾ ഇവിടെ കാണാം. അതാണ് തീറ്റ എന്ന് പറയുന്നത് ഉണ്ടല്ലോ. അപ്പോൾ വാട്ട് ഈസ് ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. വാട്ട് ഈസ് ബാങ്കിങ് ഓഫ് റോഡ്സ്? അതിന്റെ ആൻസർ പറയാം. The outer edge of the road is raised above the inner edge. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തേയ്മാനം കുറയ്ക്കാൻ. ആരൊക്കെ തമ്മിലുള്ള തേയ്മാനം കുറയ്ക്കാൻ? റോഡും വീലും തമ്മിലുള്ള തേയ്മാനം കുറയ്ക്കാൻ. So the outer edge of the road is raised above the inner edge to avoid wear and tear between road and tire. ഇനി സ്കിഡിങ് ഒഴിവാക്കണം. To avoid skidding in a circular road. അതിനു വേണ്ടിയാണ് നമ്മൾ ബാങ്കിങ് ഓഫ് റോഡ്സ് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഈസ് ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് ചോദിച്ചാൽ 3 മാർക്കിന് എഴുതാൻ പറ്റണം. The outer edge of the road is raised above the inner edge to avoid wear and tear between road and tire to avoid skidding in a circular road. Okay, ഇനി നമുക്ക് കാര്യങ്ങളോട് പോകാം. ഞാനിവിടെ ഒരു ഉദ്ദേശം വെച്ചിട്ടുണ്ട്. ഇതൊരു ബുക്കോ എന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പൊ ഈ ബുക്കിന് ഇതൊരു ഫ്ലോറാണ്. ഇപ്പൊ ഞാൻ ഇതൊരു ഫ്ലോറാണ്. ഈ ഫ്ലോറിൽ എൻ്റെ വെയിറ്റ് താഴോട്ട്, ഈ താഴോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കുഴിച്ചങ്ങോട്ട് പോകണില്ല. കാര്യം എന്താ? എൻ്റെ വെയിറ്റ് താഴോട്ടുണ്ട്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഫ്ലോർ എനിക്ക് മുകളിലോട്ടൊരു നോർമൽ ഫോഴ്സ് തരുന്നു. ഞാൻ താഴോട്ട് എൻ്റെ വെയിറ്റ് കൊടുക്കുകയാണ്. പക്ഷെ ഞാൻ കുഴിച്ച് പോകാത്തതിൻ്റെ കാര്യം ഈ ഫ്ലോർ എനിക്ക് മുകളിലോട്ടൊരു ഫോഴ്സ് തരുന്നു. അതിനെ പറയുന്ന പേരാണ് നോർമൽ ഫോഴ്സ്. അപ്പൊ താഴോട്ട് എൻ്റെ ഒരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റിന്റെ ആൻസർ നമുക്ക് അറിയണം. വെയിറ്റിന്റെ ആൻസർ mg ആണ്. താഴോട്ടുള്ള വെയിറ്റ് ആണ് mg. ഞാൻ താഴോട്ട് കുഴിച്ച് പോണില്ല. അതിന് ഇതിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു നോർമൽ ഫോഴ്സ് എനിക്ക് തരുന്നു. ഓക്കെ, അതാണ്. അപ്പൊ 2 ഫോഴ്സുകൾ നമ്മൾ പഠിച്ചു. ഒന്ന് വെയിറ്റും ഒന്ന് നോർമൽ ഫോഴ്സ്. അപ്പൊ ഞാൻ ഇവിടെ ഈ റോഡിന്റെ ഈ റോഡ് യഥാർത്ഥത്തിൽ ഇങ്ങനെ വരെയാണ്. ഇങ്ങോട്ട് വരുന്ന റോഡാണ്. അപ്പൊ ഒരു കാർ ചിന്തിച്ചു ഇങ്ങനെ വരുന്ന കാറാണ്. ഞാൻ ഇവിടെ വരാം. കാറായിട്ട് നിങ്ങൾക്ക് തോന്നണം. ഓക്കെ, ഇത് ഇങ്ങനെ ഇറങ്ങി പോണ കാറല്ല. ഈ ഫ്രണ്ട് ഇങ്ങോട്ട് വരുന്ന കാറാണ്. ഓക്കെ, ഇങ്ങോട്ട് വരുന്ന കാറാണ്. ഇപ്പൊ ഈ കാറിന്റെ വെയിറ്റ്, ഈ കാറിന് വെയിറ്റ് ഉണ്ട്. അത് സ്വാഭാവികമായി താഴോട്ടാണ് കിട്ടുന്നത്. mg നമ്മൾ പറഞ്ഞു mg എന്നുള്ളത് താഴോട്ടാണ്. ഇനി കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടി ഈ കാറിനെ ഞാൻ ഒരു പോയിന്റ് ആയിട്ട് കാണിക്കാം. ഈ പടം തന്നെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം.
ഇത് തീറ്റ. ഈ കാറിനെ ഞാൻ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ വെയിറ്റ് താഴോട്ട് കിട്ടും, അത് mg ആണ്. ഈ വെയിറ്റിന് എഗൈൻസ്റ്റ് ആയിട്ട് ഒരു നോർമൽ ഫോഴ്സ് ഉണ്ട്. നോർമൽ ഫോഴ്സ് എപ്പോഴും കണ്ടുപിടിക്കാനുള്ളത് ഈ ഫ്ലോറിന്റെ പെർപെൻഡിക്കുലർ ആണ് വരയ്ക്കാറ്. പെർപെൻഡിക്കുലർ മീൻസ് 90 ഡിഗ്രി വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള ഫ്ലോർ. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചാൽ ഇങ്ങനെയാണ്. അപ്പൊ നോർമൽ ഫോഴ്സ് ഇങ്ങനെയാണ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ഇതിനെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. ശ്രദ്ധിക്കുക, താഴോട്ട് ഇങ്ങോട്ട് ഞാൻ നീക്കി വരയ്ക്കുക. നിങ്ങൾക്ക് ഇത് മനസ്സിലായി 90 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. ഇത് 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾ എത്രയെന്ന് പറഞ്ഞു? ഈ ആംഗിൾ എത്ര? 90 മൈനസ് തീറ്റ. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ഈ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 വരണം. ഇത് 90 ആണ്. അപ്പോൾ ഇത് 90 മൈനസ് തീറ്റ എന്ന് ഞാൻ പറഞ്ഞു. ശരിയാണ്. അല്ലെങ്കിൽ നോക്കി എല്ലാം കൂടെ കൂട്ടി നോക്കി തീറ്റ പ്ലസ് 90 മൈനസ് തീറ്റ പ്ലസ് 90. ഇത് 90 ആണ്. ഈ പ്ലസ് തീറ്റയും മൈനസ് തീറ്റയും വെട്ടിപ്പോയി. 90 കൂടെ കൂട്ടിയാൽ അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ ആംഗിൾ കറക്റ്റ് ആണ്. 90 മൈനസ് തീറ്റ കിട്ടുമല്ലോ. ഇനി ഞാൻ ഇതിനെ കുറച്ചുകൂടെ നീട്ടി വരയ്ക്കാം. കണ്ടോ? ഇനി ശ്രദ്ധിക്കുക, ഇത് കണ്ടോ? ഇതിപ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞു 90 ഡിഗ്രിയാണ് വരച്ചിരിക്കുന്നത്. ഈ നോർമൽ 90 ഡിഗ്രി. ഇത് മൊത്തം 90 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റ. ഈ ആംഗിൾ എത്രയാണ്? തീറ്റ. ഇത് തീറ്റയെങ്കിൽ മുകളിലോട്ടുള്ള ആംഗിൾ തീറ്റ. നിങ്ങൾ ആംഗിൾ കൺഫ്യൂഷൻ ആവുന്നെങ്കിൽ ആംഗിൾ കൺഫ്യൂഷൻ വരുന്നവർ ഒരു കാര്യം ചെയ്യാം. ഈ പടം ഇങ്ങനെ വരയ്ക്കുക. ഇത് mg ഇങ്ങോട്ടാണ്, mg ഇങ്ങോട്ട് വരും. ഇത് നോർമൽ ഫോഴ്സ് ആണ്. ഇതിനെ ഇങ്ങോട്ട് മുകളിലോട്ട് നീട്ടി വരയ്ക്കുന്നു. ഈ ആംഗിൾ തീറ്റയെങ്കിൽ ഇതും തീറ്റയാണ്. കൺഫ്യൂഷൻ വരുന്നവർ അങ്ങനെ പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ വെക്ടറിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ഇത് വെക്ടർ a ആണ്. ഇത് ഹൊറിസോണ്ടലുമായിട്ട് മേക്കിംഗ് ആംഗിൾ തീറ്റയെങ്കിൽ അതിനെ രണ്ട് കമ്പോണന്റുകളായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ പഠിച്ചായിരുന്നു. ഒന്ന് ഈ കമ്പോണന്റ് പറയുന്ന പേര് ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്നാണ്. അപ്പൊ ഈ വെക്ടറിനെ ഇങ്ങോട്ട് തീറ്റയുള്ള വശത്തോട്ട് ചരിച്ചു വെച്ചാൽ അവിടെ കിട്ടേണ്ട ആൻസർ a cos θ ആണ്. നമ്മൾ പഠിച്ചതാണ്. ഇനി ഇങ്ങോട്ട് ഈ വെക്ടറിനെ ഇങ്ങോട്ടും ചരിച്ചു വെക്കാം. അപ്പൊ തീറ്റ അല്ലാത്ത വശത്തോട്, അതായത് തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് എതിർ വശം കണ്ടോ? ഇതാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചത്. തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിനെ നിങ്ങൾക്ക് വിളിക്കാനുള്ള സൈനാണ്. ഇവിടെ ഉള്ള വെക്ടർ a ആണ്. അപ്പൊ a sin θ എന്ന് വിളിച്ചു. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ച കാര്യമാണ്. അതേ കാര്യം തന്നെ ഞാൻ ഇവിടെ എഴുതുകയാണ്. അപ്പൊ ഇത് n എന്നാണ് പറഞ്ഞത്. ഈ തീറ്റ ഉള്ള വശത്തോട്ട് ചരിച്ചു വെച്ചാൽ n cos θ. അപ്പൊ ഈ സൈഡിന്റെ ആൻസർ ആണ് n cos θ. ഇനി ഈ സൈഡിലുണ്ടല്ലോ, ഇതിന് പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരയ്ക്കാമല്ലോ. ഇവിടെ പറഞ്ഞല്ലോ വരയ്ക്കാം. അപ്പൊ അതിന്റെ ആൻസർ എത്ര? ഇത് cos ആണെങ്കിൽ മറ്റേ സൈൻ ആയിരിക്കും, n sin θ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റണം. ഞാൻ വാട്ട് ഈസ് ബാങ്കിങ് ഓഫ് റോഡ്സ് പറഞ്ഞു. എന്തായാലും ബാങ്കിങ് ഓഫ് റോഡ്, ദ ഔട്ടർ എഡ്ജ് ഓഫ് ദ റോഡ് ഈസ് raised above the inner edge to avoid wear and tear between rod and tire to avoid skidding in a circular motion. ഇനി ശ്രദ്ധിക്കുക, the weight of the body mg act vertically downward. ഈ ബോഡിയുടെ വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. the weight of the body act vertically downward. Okay, the normal force n can be resolved into two components. ഈ n എന്നുള്ള കമ്പോണന്റിനെ നമ്മൾ രണ്ട് കമ്പോണന്റുകളായിട്ട് റിസോൾവ് ചെയ്തു. ഒന്നാമത്തെ കമ്പോണന്റ് n sin θ, രണ്ടാമത്തെ കമ്പോണന്റ് n cos θ. ശ്രദ്ധിക്കുക, ഇവിടെ mg താഴോട്ടാണ്. ഈ കാർ മുകളിലോട്ട് പൊങ്ങി പോണില്ല, അല്ലെങ്കിൽ ഈ കാർ താഴോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ mgനെ ബാലൻസ് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? n cos θ ആണ്. സോ ദ വെയിറ്റ് ഓഫ് ദ ബോഡി mg ഈസ് ബാലൻസ്ഡ് ബൈ n cos θ. ഇനി നമ്മൾ സെന്ററിലോട്ട് ഇങ്ങനെ ഒരു കാർ പോകുമ്പോൾ സെന്ററിലോട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പറഞ്ഞല്ലോ. വാട്ട് ഈസ് ദാറ്റ് ഫോഴ്സ്? സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പൊ സെന്ററിലോട്ട് ഒരു ഫോഴ്സ് കിട്ടും. ആ ഫോഴ്സിനെ പറഞ്ഞ പേരായിരുന്നു സെൻട്രിപിറ്റൽ ഫോഴ്സ്. ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ആരാണ്? n sin θ. ഈ കഥകളാണ് നമ്മൾ അവിടെ എഴുതി വെക്കാനുള്ളത് ബാങ്കിങ് ഓഫ് ഫോഴ്സ്. സോ വാട്ട് ഈസ് ബാങ്കിങ് ഓഫ് ഫോഴ്സ്? The outer edge of the rod is raised above the inner edge to avoid wear and tear between rod and tire, to avoid skidding in a circular road. The weight of the body acts vertically downward. The weight of the body mg acts vertically downward. The normal force n can be resolved into two components, n cos θ and n sin θ. The weight of the body is balanced by n cos θ and centripetal force is provided by n sin θ. Okay, ഇനി അതിന്റെ ഇക്വേഷൻ ആയിട്ട് സാർ എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത്? ഇക്വേഷൻ ആയിട്ട് കൂടെ എഴുതിയാൽ ബാങ്കിങ് ഫോഴ്സ് കംപ്ലീറ്റ് ആയി. സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്, സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇക്വേഷൻ പറഞ്ഞത് എന്തായിരുന്നു? സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ പറ mv² അറിഞ്ഞിരിക്കണം.
സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ mv സ്ക്വയർ ബൈ r. അത് കൊടുത്തത് ആരാണ്? n sin θ. അപ്പോൾ n sin θ കൊടുക്കും. അത് ഇക്വേഷൻ നമ്പർ 1. അടുത്ത ഈ വെയിറ്റിനെ ബാലൻസ് ചെയ്യിക്കുന്ന ആരാ? n cos θ. അപ്പോൾ വെയിറ്റ് mg നെ ബാലൻസ് ചെയ്യുന്നത് n cos θ. ഓക്കേ, അപ്പോൾ രണ്ട് ഇക്വേഷൻ. ഇനി ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ പറ, ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ പറ mv സ്ക്വയർ ബൈ r ആണ് ഡിവൈഡ് ചെയ്യുന്ന താഴെ എഴുതിയ പോലെ. അപ്പോൾ mg is equal to n sin θ divided by n cos θ. ശ്രദ്ധിക്കുക, ഈ m വേണ്ടി ബാക്കി ഇവിടെ ആരുണ്ട്? v സ്ക്വയർ ബൈ r is equal to ഈ n നിങ്ങൾ ട്രിഗണോമെട്രിക്ക് പഠിച്ചതാണ്. sin θ ബൈ cos θ യുടെ ഒരു പേരുണ്ട്, ആ പേരാണ് tan θ. sin ബൈ cos നെ വിളിക്കുന്ന പേരാണ് tan θ. ഓക്കെ, ഇനി നമുക്ക് ഈ r g കണ്ടോ, r g ഈ താഴെ ഉള്ളത് മുകളിലോട്ട് എഴുതി, ഇതിനെ മുകളിലോട്ട് എഴുതിയ അപ്പോൾ v സ്ക്വയർ is equal to ഇതിനെ മുകളിലോട്ട് എഴുതി r g tan θ, r g tan θ. എനിക്ക് v ആണ് കണ്ടുപിടിക്കണം. സോ v is equal to square root of r g tan θ. r എന്നത് റേഡിയസ് ആണ്, g എന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, θ എന്നത് ആംഗിൾ ഓഫ് ബ്രേക്കിംഗ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ ബാങ്കിങ് ഫോഴ്സ്. ഇത് എഴുതി പഠിക്കുക, പരീക്ഷയ്ക്ക് ഉറപ്പാണ് ഓബിയസ്ലി വരുന്നതാണ്. അപ്പോൾ പറഞ്ഞു ബാങ്കിങ് ഫോഴ്സ്. ബാങ്കിങ് ഫോഴ്സ് വെച്ചാൽ നമുക്ക് കാര്യങ്ങൾ കിട്ടും. The outer edge of the rod is raised above the inner edge to avoid wear and tear between rod and tire, to avoid skidding in a circular rod. The weight of the body mg is balanced by the weight of the body mg act vertically downward. The normal force F can be resolved into two components, n sin θ and n cos θ. The weight of the body mg is balanced by n cos θ and necessary centripetal force is provided by n sin θ. അപ്പോൾ mv സ്ക്വയർ ബൈ r ന്റെ സ്ഥാനം സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ് mv സ്ക്വയർ ബൈ r. അതായത് കൊടുക്കും n sin θ കൊടുക്കും. mg നെ ബാലൻസ് ചെയ്യുന്ന n cos θ ആണ്. രണ്ട് ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ mv സ്ക്വയർ ബൈ r into mg. m ഒന്ന് വെട്ടിപ്പോയി v സ്ക്വയർ ബൈ r n ഒന്ന് വെട്ടിപ്പോയി sin θ ബൈ cos θ പറഞ്ഞ പേര് tan θ ആണ്. ഈ r g മുകളിലോട്ട് എഴുതിയാൽ v സ്ക്വയർ is equal to r g tan θ എന്ന് കിട്ടും. v is equal to square root of r g tan θ. r radius, g acceleration due to gravity, θ എന്നത് ആംഗിൾ ഓഫ് ബ്രേക്കിംഗ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കിങ് ഓഫ് ഫ്രെയിംസ് എസ്സേറ്റ് വരയ്ക്കും. ഒരു 3 മാർക്കുമായിട്ട് ഫുൾ ചോദ്യമൊക്കെ വരാം. ബാങ്കിങ് ഓഫ് ഫ്രെയിംസ് അത് ഇതും സെയിം തന്നെയാണ്. അവിടെ പറയുന്നത് തന്നെയാണ്. റെയിൽസിലും കുറച്ച് ഇങ്ങനെ പാളങ്ങൾ തമ്മിൽ, ഇത് രണ്ട് പാളങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് d. ഓക്കെ, ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കുത്തി വെച്ച് അത് നമ്മൾ പറയുന്നത് സൂപ്പർ എലിവേഷൻ എന്നാണ്. ഹൈറ്റ്, ആ ഹൈറ്റ് ഇങ്ങനെ. അപ്പോൾ ആ ഹൈറ്റ് ഇവിടെ മേക്കിൽ ആംഗിൾ θ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ tan θ ആണ്. tan θ നമ്മൾ മാത്സ് പഠിച്ചതാണ്. tan എന്നുള്ളത് ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent side ആണ്. ഓക്കെ, അപ്പോൾ tan θ is ഓപ്പോസിറ്റ് സൈഡ്. θയ്ക്ക് ഏത് വശം വരുന്നതാണ്? അതാണ് ഓപ്പോസിറ്റ്. ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നതിനെ പറയുന്ന പേരാണ് ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസ് അല്ലാത്ത സൈഡിനെ പറയുന്ന പേരാണ് അഡ്ജസന്റ് സൈഡ്. അപ്പോൾ ഇവിടെ അഡ്ജസന്റ് സൈഡ് b ആണ്. ഓക്കെ, ഇനി ഒരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്താൽ നമ്മൾ ഇവിടെ പഠിച്ചു tan θ ന്റെ ആൻസർ എത്രയാണ്? v സ്ക്വയർ ബൈ r g. അതിവിടെ കൊടുത്ത tan θ ന്റെ സ്ഥാനത്ത് v സ്ക്വയർ ബൈ r g നമുക്കറിയാം is equal to h by d. അപ്പോൾ നമുക്ക് എന്തുമാത്രം ഹൈറ്റിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചാൽ d നെ മുകളിലോട്ട് എഴുതും. അപ്പോൾ h is equal to d നെ മുകളിലോട്ട് എഴുതിയാൽ v സ്ക്വയർ d by r g, v സ്ക്വയർ ഡിവൈഡഡ് ബൈ r g. Okay, അപ്പോൾ what is banding of rays എന്താണെന്ന് പറഞ്ഞില്ല. The outer edge of the ray is raised above the inner edge. എന്തിനാണെന്ന് ചോദിച്ചാൽ to avoid lateral thrust between, thrust പ്രഷർ കുറയ്ക്കാൻ വേണ്ടി ആരൊക്കെ തമ്മിലുള്ള വീൽ ആൻഡ് റെയിൽ, വീലും റെയിലും തമ്മിലുള്ള ലാറ്ററൽ ത്രസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കിഡിങ്ങിന്റെ സർക്കുലർ റേസ്. ഓക്കെ, അപ്പോൾ അതുപോലെ banding of rays. So what is banding of rays? The outer edge of the ray is raised above the inner edge to avoid lateral thrust between wheel and rail.
അതുപോലെ സ്കിഡിങ്, ടു അവോയ്ഡ് സ്കിഡിങ് ഇൻ എ സർക്കുലർ ട്രാക്ക്. സൂപ്പർ. ടാൻജീറ്റ് ഈ ഫിഗറിൽ ടാൻജീറ്റ് വെച്ചാൽ h/d എന്ന് എഴുതാം. അപ്പോൾ ടാൻജീറ്റിന്റെ ആൻസർ v²/rg ആണ് നമ്മൾ കണ്ടതാണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. h കണ്ടുപിടിക്കാൻ d നെ മുകളിലോട്ട് എഴുതിയാൽ h v²d/rg. വളരെ എളുപ്പം നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഇതിൽ ഈ ചാപ്റ്റർ ഉണ്ട്, ഈ ചാപ്റ്റർ കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉള്ള ഒരു ഭാഗവും നമുക്ക് എസ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഈ ക്വസ്റ്റ്യൻ ആണ്. ഇത് തന്നെയാണ് കഴിഞ്ഞ തവണ വന്നത്. സോ ബാങ്കിങ് ഓഫ് ഫ്രോഡ്സ് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക. 3 മാർക്കിന് ബാങ്കിങ് ഓഫ് റൈറ്റ്സ് പറയാം. ഓക്കെ, അപ്പോൾ ബാങ്കിങ് ഓഫ് ഫ്രോഡ്സിനെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറയാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. വാട്ട് ഈസ് ബാങ്കിങ് ഓഫ് ഫ്രോഡ്സ്? The outer edge of the rod is raised above the inner edge to avoid wear and tear between rod and tire, and to avoid skidding in a circular road. The weight of the body acts vertically downward, that is mg. The normal force n can be resolved into 2 components, n sin theta and n cos theta. The weight of the body mg is balanced by n cos theta, and the necessary centrifugal force is provided by n sin theta. So centrifugal force is equal to mv²/r and n sin theta given. mg balance equal n cos theta. രണ്ട് ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്തു. n ഒന്ന് ക്യാൻസൽ ചെയ്തു, v²/rg എന്നും n ഒന്ന് വെട്ടി sin by cos നെ പറഞ്ഞ പേരാണ് tan. സോ v² കണ്ടുപിടിക്കുന്നത് rg മോഡ് മൾട്ടിപ്ലൈ ചെയ്യുക, v²rg tan theta കിട്ടും. e = √rg tan theta. ഓരോ ടേം എഴുതുക. v എന്നുള്ളത് സേഫ് വെലോസിറ്റി ആണ്, r എന്നുള്ളത് റേഡിയസ് ആണ്, g എന്നുള്ളത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, θ എന്നുള്ളത് ആംഗിൾ ഓഫ് റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഈ ചാപ്റ്റർ പഠിച്ച് തീർക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, വെരി ഓൾ ദി ബെസ്റ്റ്. എക്സാമിന് നന്നായിട്ട് എഴുതുക. ബാങ്കിങ് ഓഫ് ഫ്രോഡ്സും റൈറ്റ്സും നന്നായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്.